സുജാത, നിങ്ങളിപ്പോ എത്തി? സുജാത നല്ല ആളാ. പോകുന്നെങ്കിൽ ഞങ്ങളോട് കൂടെ ഒന്ന് പറയണ്ടേ? അത് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഓ, പിന്നെ രാമകൃഷ്ണേട്ടൻ പറഞ്ഞിരുന്നല്ലോ ഹരിക്ക് താല്പര്യമില്ല, വരുന്നുണ്ടാവില്ല എന്ന്. ഇത് തന്നെ എത്ര പാട് കഴിച്ചിട്ടാ ഒന്ന് എത്താൻ പറ്റിയെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ചിലരുടെയൊക്കെ മനസ്സലിഞ്ഞാലല്ലേ നമുക്കൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂ. എന്തായാലും നന്നായി. ഇനിയിപ്പോ ഒന്നിച്ചിവിടെ 2-3 ദിവസം ഉണ്ടാവുമല്ലോ. ഇനി ഇത് കഴിഞ്ഞല്ലേ മടങ്ങൂ രാമകൃഷ്ണേട്ട? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു ചെല്ലപ്പനും ഇല്ല. എന്നെ വിളിച്ചാ വരുന്നു പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞാൻ വരുകയില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഇവരൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഒരു വീട്ടിലാ താമസിക്കുന്നേ. ഞങ്ങളുടെ ഹൗസ് ഓണർമാരാ. കൊള്ളാലോടാ നിന്റെ പരിചയപ്പെടുത്തല്. ഇതുപോലെ ഗൗരവം കാണിച്ചു നിന്നാ വേറെന്ത് പറയാനാ, അല്ലേ അമ്മേ? എനിക്കിങ്ങോട്ട് പോരുന്ന കാര്യമൊന്നും അറിഞ്ഞൂടായിരുന്നു അമ്മാവ. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോ എടി പിടിയുന്നൊരു റെഡിയാവലും ഒറ്റ ഇറക്കുമായിരുന്നു. മോളെ, ചില കാര്യങ്ങൾ അങ്ങനെയാ, പെട്ടെന്ന് തീരുമാനിക്കപ്പെടും. അല്ല, ഈ ഒരു യാഗം കഴിയുമ്പോ അങ്ങനൊരു പ്രാർത്ഥനയും എനിക്കുണ്ട്. ദിയക്കുട്ടി, കല്യാണി എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നത്. അയ്യോ, എന്നിട്ടാണോ പരിചയമില്ലാത്ത പോലെ നിൽക്കുന്നത്? കണ്ടോ, നീ ആ കൊച്ചു ചോദിച്ചത് കേട്ടില്ലേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. അവളുടെ കൊച്ചുമോളാ. ഓ, അച്ഛനെ പോലെ ബലം പിടിച്ചൊന്നും നിക്കണ്ട. 2-3 ദിവസേ നീ ഇവരുടെ കൂടെ നടക്കേണ്ട. വേണമെങ്കിൽ കൂട്ടായിക്കോ. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ചെല്ല്. വേണമെങ്കിൽ കൂട്ടായിക്കോ.